ഷപ്ന, ഈ പറഞ്ഞതുപോലെ 2019 നടന്ന സംഭവമാണ്. അതിനുശേഷം 6 വർഷം നീണ്ട നിയമ പോരാട്ടം. ഇപ്പോൾ ഈ ശരത് ലാലിൻ്റെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെയാണ്, അതായത് പ്രതികൾക്ക് വേണ്ടി സർക്കാർ ലക്ഷങ്ങൾ മുടക്കി സുപ്രീം കോടതി വരെ പോയൊരു കേസിലാണ് ഇന്നിപ്പോൾ വിധി വന്നിരിക്കുന്നത്. കുടുംബത്തിൻ്റെ പ്രതീക്ഷ പോലെ തന്നെ ഒരു വിധി പ്രഖ്യാപനമാകുമോ ഉണ്ടാവുക? എപ്പോഴായിരിക്കും കോടതി നടപടികൾക്ക് തുടക്കമാവുക? മറ്റു വിവരങ്ങൾ കൂടി. സേതു, കൊച്ചിയിലെ പ്രത്യേക CBI കോടതി ഏകദേശം 11 മണിയോടുകൂടി ഈ കേസിൽ വിധി പറയും. ആദ്യം ഈ പ്രതികൾ, അതായത് 24 പേരാണ് ഈ കേസിലെ പ്രതികൾ. ഇതിൽ ഇവർ കുറ്റക്കാരാണോ എന്നതായിരിക്കും ആദ്യം പറയുക. അതിനുശേഷമായിരിക്കും പിന്നീട് ഇവർ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയാൽ ഇവർക്കുള്ള ശിക്ഷ വിധിക്കുക. ഈ നടപടിക്രമങ്ങളുടെ ഭാഗമായി ആദ്യം കോടതി ഈ പ്രതികൾ 24 പേരും കുറ്റം ചെയ്തോ എന്നതായിരിക്കും പരിശോധിക്കുക. ഏതായാലും ഈ കേസിന്റെ വിസ്താരം ഒരു 3 വർഷത്തോളം നീണ്ട വിചാരണയായിരുന്നു ഇതിൽ നടന്നിരുന്നത്. CBI കുറ്റപത്രം സമർപ്പിച്ച ശേഷം പ്രത്യേക CBI കോടതിയിൽ ഇതിന്റെ വിചാരണ നടപടികൾ 3 വർഷത്തോളം നടന്നു. വാദിഭാഗത്തിന്റെയും പ്രതിഭാഗത്തിന്റേതുമായി നിരവധി സാക്ഷികളെ വിസ്തരിച്ചു. അത്തരത്തിലുള്ള നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കിയാണ് ഇന്നിപ്പോൾ കോടതി വിധി പറയുന്നത്. 2020 ഡിസംബർ 10-നായിരുന്നു CBI ഈ കേസ് ഏറ്റെടുക്കുന്നത്. നേരത്തെ ശരത് ലാലിന്റെ അച്ഛൻ പറഞ്ഞതുപോലെ ആദ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ ഈ രക്ഷാകർത്താക്കൾ സമീപിക്കുന്നു. ക്രൈംബ്രാഞ്ച് ആദ്യം ഈ കേസ് അന്വേഷിച്ച് 14 പേരെ പ്രതി ചേർത്തിരുന്നു. 14 പേരെ പ്രതി ചേർത്തെങ്കിലും ഈ കേസിന്റെ അന്വേഷണം ശരിയായ രീതിയിലല്ല. യഥാർത്ഥ പ്രതികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ ഇവർക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു ഈ മാതാപിതാക്കൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ സമീപിക്കുന്നത്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇവരുടെ ഹർജിയിൽ CBIക്ക് അന്വേഷണം വിടാൻ ഉത്തരവിട്ടു. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ പാകപ്പിഴയുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ച് ഹോസ്ദുർഗ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം റദ്ദാക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം സർക്കാർ തന്നെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു. ഈ കേസ് CBIക്ക് വിടാനുള്ള സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണം. സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് നീതിപൂർവമല്ല. ഇതിൽ കൃത്യമായ അന്വേഷണം ക്രൈംബ്രാഞ്ച് നടത്തിയിട്ടുണ്ട്. 14 പേരാണ് ഇതിൽ പ്രതികൾ. അവരെ പ്രതി ചേർത്തിട്ടുണ്ട്. കുറ്റപത്രം സമർപ്പിച്ചു. ഈ സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കണം എന്നായിരുന്നു സർക്കാരിന്റെ ആവശ്യം. എന്നാൽ ഡിവിഷൻ ബെഞ്ച് ഈ അപ്പീൽ അനുവദിച്ചിരുന്നില്ല. ഡിവിഷൻ ബെഞ്ചും ഇതിൽ ഈ വലിയ അപാകത, അതായത് ഈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ ഗുരുതരമായ പിഴവുണ്ട് എന്ന് ഡിവിഷൻ ബെഞ്ച് കണ്ടെത്തി ഈ കുറ്റപത്രം സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയത് പുനഃസ്ഥാപിച്ചു. അതിനുശേഷം CBIയോട് തുടരന്വേഷണം നടത്താനാണ് പറഞ്ഞത്. അപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ ആദ്യത്തെ കുറ്റപത്രത്തിൽ 14 പേർ ഉൾപ്പെട്ടിരുന്നു. പിന്നീട് CBI ഇതിൽ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറായി. ഇതിനെതിരെ സർക്കാർ വീണ്ടും സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയിൽ നിന്നും ഈ ഹൈക്കോടതിയുടെ വിധിയാണ് ശരി, CBI ഇത് അന്വേഷിക്കട്ടെ എന്ന് സുപ്രീം കോടതിയും നിലപാടെടുത്തു. ഇതോടെയാണ് 2020 ഈ CBI കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. CBI നടത്തിയ അന്വേഷണത്തിൽ 10 പ്രതികളെ കൂടി കൂടുതലായി ചേർത്തു. അങ്ങനെ 24 പേരാണ് ഈ കേസിൽ പ്രതികളായി വന്നത്. അന്വേഷണം പൂർത്തിയാക്കി 2021 ഡിസംബർ 3-ന് എറണാകുളത്ത് CJM കോടതിയിൽ CBI കുറ്റപത്രവും സമർപ്പിച്ചു. തുടർന്നാണ് ഇതിന്റെ 3 വർഷം നീണ്ട വിചാരണ ഇന്ന് പൂർത്തിയാക്കി ഇന്ന് വിധി പറയുന്നത്. ഈ പ്രതികൾ ഇപ്പോൾ വിയ്യൂർ ജയിലിലും അതുപോലെ എറണാകുളം ജില്ലാ ജയിലിലുമായിട്ടാണ്. പലതവണ ഇവർക്ക് ജാമ്യാപേക്ഷയുമായി വിവിധ കോടതിയെ സമീപിച്ചെങ്കിലും പ്രതികൾക്കൊന്നും തന്നെ ജാമ്യം ലഭിച്ചിരുന്നില്ല. അതോടൊപ്പം ഈ കേസിന്റെ ഒരു ഇതിലേക്ക് വന്നാൽ 154 പ്രോസിക്യൂഷൻ സാക്ഷികളായിരുന്നു ഈ കേസിലുണ്ടായിരുന്നത്. 495 രേഖകളും 85 തൊണ്ടി മുതലുകളും പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നു. പ്രതിഭാഗം 3 സാക്ഷികളെയും ഹാജരാക്കി വിസ്തരിച്ചിരുന്നു. ഇത്തരത്തിലുള്ള വിസ്താരം പൂർത്തിയാക്കിയാണ് ഇന്നിപ്പോൾ ഈ കേസ് വിധി പറയുന്നത്. ശരി ഷപ്ന, 2 പേരുടെയും കുടുംബാംഗങ്ങൾ, ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും കുടുംബാംഗങ്ങൾ ഈ കേസിൽ ഇന്നിപ്പോൾ കോടതിയിൽ നിന്നും വിധി വരുമ്പോൾ നീതി ലഭിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. അവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ആ 2 കുടുംബങ്ങൾക്കും നീതി ലഭിക്കട്ടെ. ഷപ്ന സിദാണ് വിവരങ്ങൾ നൽകിയത്.